Hello my dear students, welcome back to Eagle Learning. This is me Aslam. So മക്കളെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് പഠിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഗ്രാഫ്സും അതിന്റെ ഡൊമൈനും റേഞ്ചും ഒന്ന് പഠിച്ചു നോക്കാം. എടാ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഫംഗ്ഷൻ ആണ്. എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എടാ ഇതിന്റെ ഡൊമൈൻ എന്താ വരുന്നത്? ഒരു യു ഷേപ്പിൽ വരുന്ന ഗ്രാഫ് ആട്ടോ. സോ ഇതിന്റെ ഡൊമൈനും റേഞ്ചും എന്താണ്? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, റിയൽ നമ്പേഴ്സ് ആണ്. അങ്ങനെയാണ് റേഞ്ച് വരുന്നത് ശ്രദ്ധിക്കണം, ക്ലോസ്ഡ് 0 to infinity ആണ് എന്ത് വരുന്നത്? റേഞ്ച് വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് എക്സ് സ്ക്വയറിന്റെ ഗ്രാഫും ഡൊമൈനും റേഞ്ചും. ഇനി അങ്ങനെയാണ് നെക്സ്റ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x ആണ്. 1/xന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആർ മൈനസ് സെറ്റ് 0 ആണ്. 0 എന്ന് പറയുന്ന പോയിന്റിൽ ഡൊമൈനിൽ ഉണ്ടായില്ല. അതേപോലെ തന്നെ റേഞ്ച് എടുത്താലും സെയിം ആണ് വരിക, ആർ മൈനസ് സെറ്റ് 0 ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു ഫോമിൽ പോകുന്ന ഫംഗ്ഷൻ. ഇയാളുടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് തന്നെയാണ്, ആർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ റേഞ്ച് എന്താ വരിക? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, അതും റിയൽ നമ്പേഴ്സ് ആണ്. രണ്ടും സെയിം ആണ്, റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഇനിയില്ല അടുത്ത ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. നമുക്ക് പല രീതിയിലും ഇതിന്റെ ഷിഫ്റ്റിംഗ് അടക്കം ചോദിക്കാറുണ്ട് എക്സാമിന്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് ആണ്, ഒരു മാറ്റവുമില്ല. പക്ഷെ റേഞ്ച് എന്ന് പറഞ്ഞാൽ മാറ്റമുണ്ട്. നമ്മുടെ എക്സ് സ്ക്വയർ പറഞ്ഞതേപോലെ തന്നെ ക്ലോസ്ഡ് 0 to infinity ആണ് എന്ത് വരിക? നമ്മുടെ റേഞ്ച്, ആരുടെ? മോഡ് എക്സിന്റെ റേഞ്ച് വരിക. നെക്സ്റ്റ് ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബോക്സ് എക്സ്, അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ നമ്മൾ പറയുന്ന ഫംഗ്ഷൻ. ഇയാളുടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവുമില്ല, റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ റേഞ്ചിലാണ് മാറ്റമുള്ളത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സ് ആണ്. എല്ലാ ഇൻഡിജേഴ്സും എന്താണ്? നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷന്റെ റേഞ്ച് ആയിട്ട് മാറുന്നു. പിന്നെ അടുത്ത് വരുന്ന ഫംഗ്ഷൻ ആണ് സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 ആണ് എപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ, 0 ആണ് എപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ, അതേപോലെ 1 ആയിരിക്കും എപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ. അതാണ് ഇവിടെ കാണുന്നത് സിഗ്നം ഫംഗ്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഇയാളുടെ ഡൊമൈൻ ഒരു മാറ്റവുമില്ല, റിയൽ നമ്പേഴ്സ് തന്നെയാണ്. എന്നാൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ മക്കളെ 3 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. സെറ്റ് -1 0 1. ഇതാണ് റേഞ്ച് ആരുടേത്? സിഗ്നം ഫംഗ്ഷൻ്റെ വരിക. ഇനി അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും ഗ്രാഫ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇയാളുടെ ഷിഫ്റ്റിംഗ് നടക്കും. മെയിൻലി നമ്മളോട് എക്സാമിന് ചോദിക്കാറുള്ളത് മോഡെക്സിന്റെ ഷിഫ്റ്റിംഗ് ആണ്. മോഡെക്സിന്റെ ഷിഫ്റ്റിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കേസ് ഒന്നുമില്ല, സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡെക്സ് ആണ്. ഡൊമൈൻ റിയൽ നമ്പർ ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 0 to infinity ആണെന്ന് അറിയാം, ക്ലോസ്ഡ് 0 to infinity ആണ്. സോ അത് ഞാൻ എന്താക്കുന്നത്, ഇവിടെ ഡൊമൈൻ റിയൽ നമ്പേഴ്സ് ആണ്. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, മോഡെക്സ് എല്ലാ മോഡെക്സിന്റെയും ഡൊമൈൻ എന്തായിരിക്കും? ഈ കാണുന്ന, ഇപ്പൊ നിങ്ങൾ കാണുന്ന എല്ലാ മോഡെക്സിന്റെയും ഡൊമൈൻ എന്താ വരുന്നത്? മോഡ് ഫംഗ്ഷന്റെയും ഡൊമൈൻ വരുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. അതിൽ മാറ്റമില്ല കേട്ടോ, ഡൊമൈനിൽ മാറ്റമില്ല, ഡൊമൈൻ റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ചിലാണ് മാറ്റം വരാൻ പോകുന്നത്, അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 0 to infinity ആണ് ഇവിടെ റേഞ്ച് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഈ ഗ്രാഫ് നോക്കിക്കേ, ഇവിടെ ചെറുങ്ങനെ ഒന്ന് ഷിഫ്റ്റ് ആയി, ഒന്ന് മുകളിലോട്ട് ഇങ്ങനെ ഗ്രാഫ് പൊന്തില്ലേ? അതായത് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മുടെ ഗ്രാഫ് ഒന്ന് പൊന്തി വന്നു. അതായത് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് എ, ഒരു മുകളിലോട്ട് അപ്വേർഡ് ഷിഫ്റ്റിംഗ് നടന്നു. അങ്ങനെയാണെങ്കിൽ ഡൊമൈനിൽ മാറ്റമില്ല, റിയൽ നമ്പേഴ്സ് ആണ്. പക്ഷേ റേഞ്ച് എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു മാറ്റം വരുന്നുണ്ട്. റേഞ്ച് ഇങ്ങനെ വരുന്നത് എ ടു ഇൻഫിനിറ്റി എന്നായിട്ട് മാറുന്നു നമ്മുടെ ഈ ഗ്രാഫിൻ്റെത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളെ ഫംഗ്ഷനിൽ മോഡ് എക്സിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു വാല്യൂ, ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ ആഡ് ചെയ്താൽ അപ്വേർഡ് ഷിഫ്റ്റിംഗ് ആണ് നടക്കുന്നതെന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് അടുത്ത ഗ്രാഫിലേക്ക് പോകുമ്പോൾ ഡൗൺവേർഡ് ഷിഫ്റ്റ് ആണ് നടന്നത്. അതായത് നേരത്തെ മുകളിലോട്ടാണ് പൊന്തിയത്, പക്ഷേ ഇവിടെ താഴോട്ടാണ് പൊന്തിയത്, താഴോട്ട് താഴുകയാണ് ചെയ്തത്. വിച്ച് മീൻസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് എ, താഴോട്ട് വന്നു നമ്മുടെ ഗ്രാഫ്. അപ്പൊ നമ്മുടെ റേഞ്ചിലും മാറ്റം വരുന്നുണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞാൽ വരുന്നത് -a എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് എന്തായത് ഈ ഗ്രാഫിന്റെ ഈ ജസ്റ്റ് ആ ഒറിജിനിൽ വരുന്ന ആ പോയിന്റ് ഇങ്ങനെ താഴോട്ട് വന്നിട്ടുള്ളത്. വിച്ച് മീൻസ് റേഞ്ച് എന്തായിട്ട് മാറുന്നു അറിയോ? റേഞ്ച് -a to infinity ആയിട്ട് മാറുന്നു. റെഡി അല്ലേ? അപ്പം അപ്വേർഡും ഡൗൺവേർഡും ഷിഫ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്വേർഡ് ആണെങ്കിൽ +a, ഒരു പോയിന്റ്, ഒരു നമ്പർ എന്താവും ഇതിന്റെ കൂടെ മോഡെക്സിന് പുറത്ത് ആഡ് ആവും. അതേപോലെ ഡൗൺവേർഡ് ആണെങ്കിൽ ആ ഒരു നമ്പർ നമ്മൾ എന്താക്കുന്നു, അതൊന്ന് കുറയ്ക്കുന്നു, മൈനസ് ചെയ്യുക എന്ന് മനസ്സിലാക്കി വെക്കുക. റേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി. ഇനി അതേപോലെ നമുക്ക് ഹൊറിസോണ്ടൽ ഷിഫ്റ്റിംഗ് ഉണ്ട്. വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ് കഴിഞ്ഞു, ഹൊറിസോണ്ടൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റൈറ്റിലോട്ടുള്ള ഷിഫ്റ്റിംഗ് വന്നപ്പോൾ, റൈറ്റിലോട്ട് ഷിഫ്റ്റിംഗ് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് എ എന്നാ വന്നത്. എങ്ങനെ? മോഡ് എക്സ് മൈനസ് എ എന്ന് വരുന്നു. അതായത്
മോഡിന്റെ അകത്താണ് എന്താവുന്നത് നമ്മൾ ആ വാല്യൂ കൊടുക്കുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഷിഫ്റ്റിംഗ് വന്നപ്പോൾ മോഡ് എക്സ് മൈനസ് എ ആയിട്ട് മാറി. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, റേഞ്ചിലും ഡൊമൈനിലും ഒരു മാറ്റവുമില്ല. റേഞ്ചും ഡൊമൈനും എന്തായിരിക്കും, സെയിം ആയിരിക്കും വരിക. സോ ഡൊമൈൻ റിയൽ നമ്പർ ആണ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക, 0 to infinity വരിക. ഓക്കെ, അതായത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ഷിഫ്റ്റിംഗ് നടക്കുമ്പോൾ റേഞ്ചിന് മാറ്റം വരുന്നില്ല. വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ് കുത്തനെയുള്ള, അതായത് താഴോട്ടോ മുകളോട്ടോ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് എന്താവുന്നത്, റേഞ്ചിന് മാറ്റം വരുന്നത് കേട്ടോ. ഇനി അതേപോലെ നെക്സ്റ്റ് എന്താവുന്നു, അടുത്തത് മോഡ് ഓഫ് എക്സ് പ്ലസ് എ ആണ്. അതായത് എഫ് ഓഫ് എക്സ് is equal to mod x plus a. എഗെയിൻ ഡൊമൈൻ സെയിം ആണ്, റിയൽ നമ്പേഴ്സ് ആണ്. എക്സ് പ്ലസ് എ വന്നപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഷിഫ്റ്റിംഗ് നടന്നത്, അതായത് മൈനസ് എ എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് ഷിഫ്റ്റ് ആയിട്ടുള്ളത് ഗ്രാഫ്. വിച്ച് മീൻസ് നമ്മുടെ ഷിഫ്റ്റിംഗ് കൃത്യമായിട്ട്, നമ്മുടെ ഹൊറിസോണ്ടൽ ഷിഫ്റ്റിംഗ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ മോഡിന്റെ അകത്ത് ആ പോയിന്റ് ഏതാണോ അതിന്റെ കൂടെ ആഡ് ചെയ്യാം, മോഡ് ഓഫ് എക്സ് പ്ലസ് എ. ഇനി ഇവിടെ 2 എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ ഇയാൾ എന്തായിട്ട് മാറും, മോഡ് എക്സ് പ്ലസ് 2 എന്നായിട്ട് മാറുമെന്ന് മനസ്സിലാക്കി വെക്കുക. സെയിം പറഞ്ഞതേപോലെ തന്നെ ഡൊമൈൻ റിയൽ നമ്പേഴ്സ് ആണ്, റേഞ്ചും എന്താണ്, 0 to infinity ആണ്, അതിലും മാറ്റമില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഷിഫ്റ്റിംഗ് വരുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ്, അതായത് ഡൗൺവേർഡ് ആവുന്നു. നമ്മുടെ ഗ്രാഫ് എഫ് ഓഫ് എക്സ് is equal to മൈനസ് മോഡ് എക്സ്. നേരെ തലകുത്തനായിട്ട് മാറി, നേരെ ഷിഫ്റ്റിംഗ് അല്ല, നേരെ തലകുത്തനായിട്ട് മാറി. ഇങ്ങനെ അപ്വേർഡ് ഉള്ള ഗ്രാഫ് എന്തായി പോയി, ഡൗൺവേർഡ് ആയി പോയിട്ടുണ്ട്. വിച്ച് മീൻസ് ഇവിടെ നമ്മുടെ ഗ്രാഫിന്റെ താഴോട്ടായിട്ട് ഒരു മിറർ പോലെ മാറിയിട്ടുണ്ട്. വിച്ച് മീൻസ് നമ്മുടെ റേഞ്ച് എന്തായിട്ട് മാറുന്നു, ഡൊമൈനിൽ മാറ്റമില്ല, റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് എന്ന് പറയുന്ന ആളുടെ ഒരു മാറ്റം സംഭവിക്കുന്നു, 0 to മൈനസ് ഇൻഫിനിറ്റി ആയിട്ട് മാറുന്നു. ഇവിടെ റേഞ്ച് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് മോഡ് എക്സ് വരുമ്പോൾ. ഇത്രയും ഗ്രാഫുകളാണ് നമുക്ക് കൃത്യമായിട്ട് കാര്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. സോ കൃത്യമായിട്ട് ഷിഫ്റ്റിംഗ് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നോക്കേണ്ട കാര്യം അപ്വേർഡും ഡൗൺവേർഡ് ഷിഫ്റ്റ്. ഫോർ എക്സാമ്പിൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, ഇതൊരു 2 എന്ന് പറയുന്ന പോയിന്റ് ആണ്, ഇതൊരു ഈ എക്ക് പകരം 2 എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ ഇവിടെ 2 ആണ് വരിക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അതേപോലെ റേഞ്ചിൽ എന്ത് വരും, ഇവിടെയും 2 വരും. ഇനി അതേപോലെ ഇവിടെ ഒരു -5 എന്ന് പറയുന്ന പോയിന്റ് ആണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 ആയിരിക്കും വരിക. നമ്മുടെ ഈ റേഞ്ചിൽ എന്ത് വരും, -5 to infinity ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കുക. എന്ന് പറയുന്നത് നമ്മളൊരു സൂചിപ്പിക്കാൻ എടുത്ത പോയിന്റ് ആണ്. കൃത്യമായിട്ട് എന്താക്കുക, ഗ്രാഫിനെ മനസ്സിലാക്കി വെക്കുക. ഒരുപാട് യൂസ് വരുന്നുണ്ട്. സോ മക്കളെ, ഞാൻ എന്താക്കാണ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.